വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച 5 പശുക്കളെ കുട്ടികൾക്ക് കൈമാറി. ഉയർന്ന ഉൽപാദന ശേഷിയുള്ള HF വിഭാഗത്തിൽപ്പെട്ട 5 പശുക്കളെയാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടി കർഷകരായ മാത്യുവിനും ജോർജിനും നൽകിയത്. കുട്ടിക്കർഷകർക്ക് കൊടുക്കുവാനുള്ള പശുക്കളെ സർക്കാർ ഫാമിൽ നിന്നാണ് എത്തിച്ചത്. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി. ഉയർന്ന ഉൽപാദനശേഷിയുള്ള HF ഇനത്തിൽപ്പെട്ടതാണ് പശുക്കൾ. ജോർജിനും മാത്യുവിനും സർക്കാർ കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കിലോ സൈലേജിന് 8 രൂപയ്ക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ മിൽമ തന്നെ 2 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് 6 രൂപ ക്രമത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിപ്പാൽ പശുക്കൾക്ക് വളർച്ച കൂടുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും അത് സാധിക്കും. അതുപോലെ കേരള ഫീഡ്സിൻ്റെ തന്നെ പലവിധ മിനറൽസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട്. പാലിൽ കട്ടി കൂട്ടുവാനും അതോടൊപ്പം തന്നെ നല്ല പാൽ നമുക്ക് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അതെല്ലാം നമ്മുടെ കുട്ടി കർഷകന് കിട്ടും. അതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നുന്ന എണ്ണം അത് ഞാൻ കർഷകന് ഒരു പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട്. പശുവിൻ്റെ എണ്ണം കൂട്ടാതെ നിലവിലുള്ള പശുക്കൾ കൊണ്ട് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനും അതിനെ വളർത്തിയെടുത്തിട്ട് ഇവർക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യവും കൂടെ നമുക്ക് ചെയ്തു. പശുക്കൾക്ക് 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകി. 45,000 രൂപ മിൽമയും കൈമാറി. ഒപ്പം നിന്നവർക്ക് കുടുംബം നന്ദി പറഞ്ഞു. കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്കർഷകരുടെ 13 പശുക്കളാണ് ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ടത്തോടെ ചത്തത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കുടുംബത്തിന് സഹായമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.